ഹലോ, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പ്രോബ്ലം ആണ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ, ഏറ്റവും ക്വാണ്ടം കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേറ്റർ എന്താണെന്ന്, ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്റർ എന്താണെന്നാണ്. ഓപ്പറേറ്റർ അപ്പം ഓപ്പറേറ്റർ പറയും മുമ്പായിട്ട് നമുക്ക് ഒബ്സർവബിൾ എന്താന്ന് പറയണം. ഒബ്സർവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഡൈനാമിക്കൽ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്ത് ഡൈനാമിക്കൽ വേരിയബിളിനെയും നമുക്ക് ഒബ്സർവബിൾ എന്ന് പറയാം. അതായത് ഡൈനാമിക്കൽ വേരിയബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പൊസിഷൻ അത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, മൊമെന്റം മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പൊസിഷൻ, മൊമെന്റം, ആംഗുലർ മൊമെന്റം, എനർജി, അല്ലെങ്കിൽ എന്താ സ്പിൻ, ആംഗുലർ മൊമെന്റം, നിങ്ങൾ ഇത്രയും ടേംസ് ആണ് നിങ്ങൾ മോസ്റ്റ്ലി എൻകൗണ്ടർ ചെയ്യുക. അതല്ലാണ്ട് നമ്മൾ വേറെ ട്രാൻസിഷൻ ടൈപ്പ് മൂവ്മെന്റ് അങ്ങനെയുള്ള കുറെ ടേംസ് കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തിനെ മെഷർ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ ഒബ്സർവബിൾ എന്ന് പറയുന്നത്. ആൻഡ് ഒബ്സർവബിൾ ഈസ് എനി ഡൈനാമിക്കൽ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. മെഷർ ചെയ്യാൻ പറ്റുന്ന ഡൈനാമിക്കൽ വേരിയബിളിനെയാണ് നമ്മൾ ഒബ്സർവബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലാണെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഇതിനെ, ഫിസിക്കൽ ഒബ്സർവബിൾസിനെ നമ്മൾ ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് പറയാറ്. അതായത് പൊസിഷൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മൊമെന്റത്തിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ലൈക്ക് അതിനൊരു ഫംഗ്ഷൻ ആണുള്ളത്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ അതിനെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ ആണോ? അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെയാണ് ഒബ്സർവബിൾസിനെ, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ. ഇപ്പൊ പൊസിഷൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, പൊസിഷൻ എക്സ്, മൊമെന്റം എന്ന് പറയുമ്പോൾ പി എക്സ് എന്നുള്ളത് നമുക്കറിയാം. എന്തായത് ഹാഫ് എം വി സ്ക്വയർ, അല്ലെങ്കിൽ ഇതിനെ മുകളിലും താഴെ എം വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് പി സ്ക്വയർ ബൈ 2m എന്നൊക്കെ എഴുതാറുണ്ട്. മൊമെന്റ് അല്ല, കൈനറ്റിക് എനർജി എന്നുള്ളതിനെ ഇങ്ങനെ എഴുതാറുണ്ട്. അല്ലെങ്കിൽ മൊമെന്റ് എന്താകുന്നു, മൊമെന്റ് ഈക്വൽ ടു എം വി, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതെന്നുള്ളത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറയുന്നതാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ആണ് വരുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഓരോ ഓപ്പറേറ്ററിനും കറസ്പോണ്ടിങ് അല്ല, ഓരോ ഒബ്സർവബിളിനും മെഷർ ചെയ്യാൻ പറ്റുന്ന ഓരോ ഒബ്സർവബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പം ഓപ്പറേറ്റർ എന്താണ്? ആൻ ഓപ്പറേറ്റർ ഈസ് എ സിമ്പിൾ ഫോർ എൻ ഇൻസ്ട്രക്ഷൻ ടു ക്യാരി ഔട്ട് സം ആക്ഷൻ. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ ഒരു സിമ്പിൾ ആണ് ഫോർ എൻ ഇൻസ്ട്രക്ഷൻ ടു ക്യാരി ഔട്ട് സം ആക്ഷൻ. എന്തോ ഒരു ആക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ഓപ്പറേറ്റർ എന്നുള്ളത്. അപ്പം ആ ഒരു ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ആ ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ക്യാപ് സൈൻ, അതായത് ജനറൽ നൊട്ടേഷൻ ആയിട്ട് നമ്മൾ എ എന്നോ അല്ലെങ്കിൽ ഒമേഗ എന്നോ കാണിക്കാറുണ്ട്. അപ്പൊ അതിന് മുകളിലായിട്ട് ഒരു ക്യാപ് സൈൻ കൂടി ഇട്ട് വെക്കും. കാരണം അത് ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ എന്നുള്ളതുകൊണ്ട് എന്താ മീനിങ്? അത് എന്തോ ഓപ്പറേഷൻ ചെയ്യാനുള്ളതാണ്. എന്തിൽ ചെയ്യാനുള്ളത്? ഓപ്പറേഷൻ ഓൺ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ എന്തോ ഓപ്പറേഷൻ ചെയ്യാനുള്ളതിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുക. an instruction to carry out some action or an operation on a function. ഒരു ഫംഗ്ഷനിൽ എന്തെങ്കിലും ക്യാരി ഔട്ട് ചെയ്യാൻ, എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനുള്ളതിനാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ ഒബ്സർവബിളിനും മെഷർ ചെയ്യാൻ പറ്റുന്ന ഓരോ ഒബ്സർവബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. ഓക്കെ, അത് ഓസിലേറ്റ് ആയിട്ട് വരുന്നതാണ്. ഓപ്പറേറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓപ്പറേറ്റർ എന്നുള്ളത് ഓരോ ഒബ്സർവബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞു. എക്സ് എന്നുള്ളതിന് ഓപ്പറേറ്ററിനെ കാണിക്കാനായിട്ട് എക്സ് ക്യാപ് ഇടും. ലൈക്ക് മൊമെന്റത്തിന്റെ ഓപ്പറേറ്ററിനെ കാണിക്കാനായിട്ട് പി ക്യാപ് ഇടും. അങ്ങനെ അപ്പൊ നോർമലി നമ്മൾ ഈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയിരിക്കില്ല. നോർമലി ഉള്ള നമ്മളുടെ ഓപ്പറേഷൻ ഉള്ളത് മിക്കവാറും മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ആയിരിക്കും. അല്ലാണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. കോംപ്ലിക്കേറ്റഡ് ഇല്ല, നമുക്ക് നോർമലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഇല്ല. ഇനി ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്സും കൂടെ, 2 പോസ്റ്റ്ലേറ്റും കൂടെ പറയാം. കാരണം നമുക്ക് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് 1-2 പോസ്റ്റ്ലേറ്റും കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് ഇതാണ്: ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ബൈ എ ഫംഗ്ഷൻ. അതായത് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്നുള്ളത് ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ്. അപ്പൊ ഫംഗ്ഷൻ, ഇതിനകത്ത് വേവ് ഫംഗ്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ട് ഇതാവേണ്ട. നോർമലി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടു എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ. ഇതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന്റെ ഫംഗ്ഷനാണ് ഇത്, അല്ലെ? പക്ഷേ നമ്മൾ ഇവിടെ പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും അത് കുറെ പൊസിഷൻ കോർഡിനേറ്റിനെയും ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്.
മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന ഫംഗ്ഷൻ എന്നുള്ളത്, അതായത് ഒരു സിസ്റ്റം എടുത്തു ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഇലക്ട്രോണിന്റെ ഫംഗ്ഷൻ ആണ്, ഇലക്ട്രോണിക് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ഈ എഫിന് പകരം ഇവിടെ കൊടുക്കുന്ന സൈൻ, കാരണം ജനറൽ ഒരു കൺവെൻഷണൽ നൊട്ടേഷൻ ആണ് വേവ് ഫംഗ്ഷൻ എന്ന് കാണിക്കാനായിട്ട് സൈൻ കൊടുക്കുന്നു എഫിന് പകരം. ഇവിടെ എക്സ് എന്നുള്ളതിന് പകരം നമ്മളിവിടെ കുറേ വേരിയബിൾസ് ഉണ്ട്. നമ്മൾ സാധാരണ ഇതും പഠിച്ചിട്ടുണ്ടാവും, എഫ് ഓഫ് എക്സ് വൈ, രണ്ട് വേരിയബിളിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസും പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ ജസ്റ്റ് രണ്ട് വേരിയബിൾ അല്ല, കുറേ വേരിയബിൾസ് ഉണ്ട്. അതിനകത്ത് R1 R2 എന്ന് പറയുന്ന കുറേ കിടപ്പുണ്ട്. അപ്പൊ ഈ R1 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റാണെന്ന് വെക്കുക, ന്യൂക്ലിയസ് ഉണ്ട് അല്ലെങ്കിൽ ഹീലിയം ആറ്റാണെന്ന് വെക്കുക, അതിനകത്ത് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വെക്കുക, ഇലക്ട്രോൺ, സെക്കൻഡ് ഇലക്ട്രോൺ. അപ്പം ഓരോ ഇലക്ട്രോണിന്റെയും പൊസിഷൻ കോർഡിനേറ്റിന്, അതായത് ഈ ഒരു ഇലക്ട്രോണിന്റെ പൊസിഷനെ പറയാനായിട്ട് നമുക്ക് x1 y1 z1 ഇങ്ങനെ 3 കോർഡിനേറ്റ് വെച്ചിട്ട് പറയാമല്ലോ. അതേപോലെ ഈ ഒരു ഇലക്ട്രോണിന്റെ പൊസിഷൻ കോർഡിനേറ്റിനെ നമുക്ക് x2 y2 z2 ഇങ്ങനെ 3 പൊസിഷൻ കോർഡിനേറ്റ് വെച്ചിട്ട് പറയാം. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ, ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഏത് സിസ്റ്റം ആണോ കൺസിഡർ ചെയ്യുന്നത്, ആ ഒരു സിസ്റ്റത്തിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിന്റെയും പൊസിഷൻ കോർഡിനേറ്റ്സിന്, അതായത് ഈ 3 XYZ, x1 y1 z1, അതിനെ മൂന്നിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ R1 എന്ന് എഴുതുന്നത്. x2 y2 z2 ഇതിനെ മൂന്നിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ R2 എന്ന് എഴുതുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസിന്റെയും പൊസിഷൻ കോർഡിനേറ്റ്സിനെ വെച്ച്, അത്രയും പൊസിഷൻ കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മുടെ ഈ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് പറഞ്ഞു പൊസിഷൻ കോർഡിനേറ്റ്സിനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് വേവ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിലും, അതായത് XYZ, അതായത് ഓരോ പാർട്ടിക്കിളിനെയും പൊസിഷൻ കോർഡിനേറ്റ്സിനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസേൺഡ് ആവുന്നത്, കെമിസ്ട്രിയിൽ കൺസേൺഡ് ആവുന്നത് ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ പറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ ആ സിസ്റ്റത്തിൽ നോക്കി, സിസ്റ്റം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഒരു കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് നോക്കിയാലും, ഒരു 2 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴും സിസ്റ്റം അതേപോലെ തന്നെ ആയിരിക്കണം, വേവ് ഫംഗ്ഷന് മാറ്റം ഉണ്ടാവരുത്. അതായത് ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ പറ്റി മാത്രമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുക, ക്വാണ്ടം കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുക. ബേസിക് ടെർമിനോളജീസ് ആയതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവാണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്ര ശ്രദ്ധ കൊടുക്കാതെ വരുവാണെങ്കിൽ പിന്നീട് വരുമ്പോൾ ചെറിയ ചെറിയ ഡൗട്ട് അക്യൂമുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാണ്ട് വരും. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചു പോവുക. ബേസിക് ടെർമിനോളജീസ് ആണ്, ബേസിക് കാര്യങ്ങളാണ്. ബേസിക് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് അതിന് മേലെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. സോ മനസ്സിലാക്കി തന്നെ പോകും. ഓക്കെ, സെക്കൻഡ് പറയുന്നത് ഇതാണ്, എവറി ഒബ്സർവബിൾ കറസ്പോണ്ട്സ് ടു എ ലീനിയർ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. അതായത് ഓരോ ഒബ്സർവബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ഉണ്ടാവും. അപ്പം ലീനിയർ എന്താണ്, ഹെർമിഷ്യൻ എന്താണ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഓരോ ഒബ്സർവബിളിനും നമുക്ക് ജസ്റ്റ് നോക്കാം. ഒരു ഒബ്സർവബിൾ, പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ, പൊസിഷൻ എന്നൊരു ഒബ്സർവബിൾ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, എന്നൊരു ഒബ്സർവബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഓപ്പറേറ്റർ ആണ് എക്സ് ക്യാപ്. മൊമെന്റം എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ ആണ് മൊമെന്റം പി ക്യാപ്. അപ്പോൾ നമുക്ക് ഒരു ഓരോ ഒബ്സർവബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഓപ്പറേറ്റർ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്ലാസിക്കൽ മെക്കാനിക്കൽ എക്സ്പ്രഷൻ എഴുതുക. അതായത് ഇപ്പോൾ ഹാർമോണിക് ഓസിലേറ്റർ, അതിനകത്ത് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷൻ അറിയാം, ഹാഫ് mv², അല്ല ഹാഫ് kx². കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം ഹാഫ് mv² ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താ, ഹാഫ് kx², റൈറ്റ്, ഹാഫ് kx². അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഇത് ക്ലാസിക്കൽ മെക്കാനിക്കൽ എക്സ്പ്രഷൻ ആണ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ ഇതെന്ന് പറയുമ്പോൾ ഒരു ഒബ്സർവബിൾ അല്ല, പൊട്ടൻഷ്യൽ എനർജി ഒരു ഒബ്സർവബിൾ ആണ്, കൈനറ്റിക് എനർജി മറ്റൊരു ഒബ്സർവബിൾ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ കണ്ടുപിടിക്കണം. ഓപ്പറേറ്റർ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മീൻസ് ഒന്ന്, എക്സ് ആ ക്ലാസിക്കൽ മെക്കാനിക്സിലെ എക്സ്പ്രഷനകത്ത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ് ക്യാപ് എന്ന് കൊടുക്കുക. മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മൈനസ് IH ക്രോസ് d/dx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിമ്പിൾ. അതായത് ഇതിന് ഈ ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഓപ്പറേറ്ററിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴേക്കും ഹാഫ് k എക്സിന് പകരം എക്സ് ക്യാപ് എന്ന് കൊടുക്കുക, ക്യാപ്². അതായത് എക്സോ പി എക്സോ ഉണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി, അല്ലാണ്ട് നമ്മൾ വേറെ ഒരു ചേഞ്ചസ് ഒന്നും ചെയ്യണ്ട.
എക്സ് ഉണ്ടെങ്കിൽ എക്സിന് പകരം എക്സ് ക്യാപ് എന്ന് കൊടുക്കുക. മൊമെന്റം ഉണ്ടെങ്കിൽ മൊമെന്റത്തിന് പകരം ഈ ഒരു ടേം കൊടുക്കുക. ഒന്നുകിൽ പി ക്യാപ് കൊടുക്കുക. പി ക്യാപ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് -IH ക്രോസ് ഡി ബൈ ഡി എക്സ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത് ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന ഇതായിരിക്കും, എന്തിനാണ് നമ്മൾ ഈ -I എന്ന് കൊടുക്കുന്നത്? ചില ടെക്സ്റ്റില് നമ്മൾക്ക് ചില സമയത്ത് ഈ -Iക്ക് പകരം H ക്രോസ് H കട്ട് ബൈ ഡിവൈഡഡ് ബൈ I എന്ന് എഴുതാറുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും 1/I എന്നതിന് നമുക്ക് ഈക്വൽസ് ടു -I ആണ്. അതുകൊണ്ട് ചില ടെക്സ്റ്റില് 1/I എന്ന് എഴുതാറുണ്ട്, ചിലപ്പോൾ -I എന്ന് എഴുതാറുണ്ട്. അതായത് -IH ക്രോസ് എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ H കട്ട് ഡിവൈഡഡ് ബൈ I എന്ന് എഴുതാറുണ്ട്. രണ്ട് രീതിയിൽ എഴുതാറുണ്ട്. അപ്പം മൊമെന്റം ഉണ്ടെങ്കിൽ ആ ഒരു ടേമിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? -IH ക്രോസ് ഡി ബൈ ഡി എക്സ് എന്ന് കൊടുക്കുക. പൊസിഷൻ ഉണ്ടെങ്കിൽ എക്സിന്റെ ടേം ഉണ്ടെങ്കിൽ അതിന് പകരം എക്സ് ക്യാപ് എന്ന് കൊടുക്കുക. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ I എന്നൊരു ടേം എക്സ്ട്രാ കൊടുക്കുന്നത്? അത് നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ഉണ്ടാവും. നമ്മൾ സാധാരണ സിമ്പിൾ ആയിട്ട് അല്ലാണ്ട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് I കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്? ആ ഒരു കാര്യം നമുക്ക് പിന്നീട് ക്ലിയർ ആയിക്കോളും. ഡൗട്ട് ആയിട്ട് നിങ്ങൾ ബുക്ക് എഴുതി വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമുക്കത് ക്ലിയർ ആയിക്കോളും എന്തിന് നമ്മൾ I എന്ന ടേം കൊടുക്കണം. അപ്പോ ഓപ്പറേറ്റർ എങ്ങനെ കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. കറസ്പോണ്ടിങ് ക്ലാസിക്കൽ മെക്കാനിക്സ് എക്സ്പ്രഷൻ എഴുതുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ക്യാപ് എന്നും മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് പി ക്യാപ് എന്നും കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റർ കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു സെന്റൻസ് എഴുതിയതിനകത്ത് ക്ലിയർ ആവാത്ത രണ്ട് ടേംസ് പറയുമ്പോൾ എന്താണ് ലീനിയർ ഓപ്പറേറ്റർ, എന്താണ് ഹെർമിഷ്യൻ, ഈ രണ്ട് ടേംസും പുതിയതായിരിക്കും. അപ്പൊ ലീനിയർ ഓപ്പറേറ്റർ എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അതായത് ആ ഓപ്പറേറ്റർ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട് നോക്കാം, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ ജി എന്ന് പറയുന്ന ഒരു വേറൊരു ഫംഗ്ഷൻ ഉണ്ട് നോക്കാം. അപ്പോൾ ആ രണ്ട് ഫംഗ്ഷനും കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതും മനസ്സിലായോ? ഇതാണ് ഓപ്പറേറ്റർ. ഒമേഗ എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ. ആ ഒമേഗ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം, ബ്രാക്കറ്റ് നോക്കുക, ഈ രണ്ട് ഫംഗ്ഷൻസും ആഡ് ചെയ്തു അതിനുശേഷം അതിൽ ആക്ട് ചെയ്യുന്നതും ഇൻഡിവിജ്വലി ആക്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുന്നതും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ, നമ്മളിപ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. അതായത് ഒരു ഫംഗ്ഷൻ f of x പ്ലസ് g of x, ഇതിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഇതിന് ഈക്വൽ അല്ലേ? അതായത് 5f of x 5f of x പ്ലസ് 5 into g of x, അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതും ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണ്. സോ അതുകൊണ്ട് നമുക്ക് പറയാം അത് ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന്. പക്ഷെ നമുക്ക് വേറൊരു ഇത് എടുത്ത് നോക്കാം. സ്ക്വയർ എടുക്കുന്നതാണ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റർ നോക്കുക. സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റർ. അപ്പൊ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. ഈ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ രണ്ട് ഫംഗ്ഷൻസ് ഇവിടെ ആഡ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതും അല്ലെങ്കിൽ സ്ക്വയർ എടുക്കുന്നതും, അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ഓരോന്നിന്റെയും സ്ക്വയർ റൂട്ട് എടുത്തു എന്നിട്ട് ആഡ് ചെയ്യുന്നതും എഫ് ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് ജി ഓഫ് എക്സ്. അതായത് ഈ രണ്ട് ഫംഗ്ഷൻസും സ്ക്വയർ റൂട്ട് എടുത്തു എന്നിട്ട് ആഡ് ചെയ്യുന്നതും ഡിഫറെന്റ് അല്ലേ? അങ്ങനെ ഡിഫറെന്റ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എന്താ, അത് ലീനിയർ ഓപ്പറേറ്റർ അല്ല. സ്ക്വയർ റൂട്ട് എന്നുള്ളത് ലീനിയർ ഓപ്പറേറ്റർ അല്ല. ലൈക്ക് ലോഗ് എക്സ്, ലോഗ് എന്നുള്ളത് അതൊരു ഓപ്പറേറ്റർ ആണ് വെക്കാം. അത് ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് അത് ഈക്വൽ ആവുമോ? ലോഗ് ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ലോഗ് ജി ഓഫ് എക്സ് പ്ലസ് ലോഗ് എഫ് ഓഫ് എക്സ് ആവുമോ? ആവില്ലല്ലോ. അപ്പം അതും ലീനിയർ ഓപ്പറേറ്റർ അല്ല. സ്ക്വയർ റൂട്ട് ലീനിയർ ഓപ്പറേറ്റർ അല്ല. സ്ക്വയർ എടുക്കുന്ന ലീനിയർ ഓപ്പറേറ്റർ അല്ല. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അതൊക്കെ ലീനിയർ ഓപ്പറേറ്റർ ആണ്. നമ്മൾ നോർമലി ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് മാത്രമേ നമ്മൾ വരുന്നുള്ളൂ. ഒന്നുകിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ടാവും. ഈ രണ്ട് കേസാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്, അല്ലാണ്ട് വേറെ കേസുകളൊന്നും നമുക്ക് വരുന്നില്ല. അപ്പൊ ലീനിയർ ഓപ്പറേറ്റർ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് ഈ ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എല്ലാം ലീനിയർ ആയിരിക്കണം, ഹെർമിഷ്യൻ ആയിരിക്കണം. അപ്പം ഹെർമിഷ്യൻ ആവുന്നത് എന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോർമലി കേൾക്കാറില്ല. എന്തുകൊണ്ടാണ് ഓപ്പറേറ്റേഴ്സ് ലീനിയർ ഓപ്പറേറ്റർ ആവണം? എന്തിന് ഓപ്പറേറ്റേഴ്സ് ലീനിയർ ഓപ്പറേറ്റർ ആവണം? ലീനിയർ ഓപ്പറേറ്റർ ആയില്ല എങ്കിൽ എന്താണ് പ്രശ്നം? നമുക്കത് പിന്നീട് നോക്കാം. അതും ഡൗട്ട് ആയിട്ട് എഴുതി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. ഹെർമിഷ്യൻ എന്നുള്ളത് തൽക്കാലം നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ മാത്രമായിട്ട് എഴുതി വെക്കുക. ആ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് നോക്കാം. ഹെർമിഷ്യൻ അത് ഓപ്പറേറ്റേഴ്സിന്റെ കേസ് നോക്കുമ്പോൾ പറയാം.